ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ 29 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്നും അമ്മ വിരമിക്കുന്നു. അവരുടെ അമ്മയെ സംബന്ധിച്ച് ഇത്രയും കാലവും വീട്ടിലുള്ളതിനേക്കാൾ ഒരുപാട് സമയം സ്കൂളിലായിരുന്നേക്കും. എന്നാൽ എപ്പോൾ ചോദിച്ചാലും നല്ല ഹാപ്പി എന്നാണ് പറയുന്നത്. അതിന് സ്കൂളിൽ അവർക്ക് ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ചെറിയൊരു പാർട്ടിയും വന്നവർക്ക് ഫുഡൊക്കെ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ നമ്മൾ അമ്മയെ സ്വീകരിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും അമ്മൂമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മൂമ്മയെ കൊണ്ടൊരു ഷോളൊക്കെ ഇട്ട് ഒരു ബൊക്കെയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ അമ്മയെ സ്വീകരിച്ചു. അപ്പോൾ സ്കൂളിൽ നിന്നൊരു 40 പേരോളം വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം ഒരുപാട് റിട്ടയർമെൻറ്റ് ഉണ്ടായതിനാൽ അവർ എല്ലാവരുടെ വീട്ടിലേക്കും ഒരു ദിവസം തന്നെ പോകാൻ പറ്റില്ല. അതിനാൽ തന്നെ 2-3 ദിവസമായിട്ടാണ് അവർ ആ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്തു. എല്ലാ വീട്ടിലും പോയി. ഇപ്പം മറ്റു ടീച്ചർമാരുടെ വീട്ടിലുമൊക്കെ അമ്മ പോയിട്ടെന്ന് ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ചടങ്ങെല്ലാം വളരെ മനോഹരമായിരുന്നു. സ്കൂളിലെ ചടങ്ങും എല്ലാം വളരെ മനോഹരം. അപ്പോൾ വീട്ടിൽ വന്നവർക്കൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വെൽക്കം ഡ്രിങ്ക്സും അത് കഴിഞ്ഞ് കുറച്ച് നേരം വീട്ടിൽ വിശ്രമിച്ചിട്ടൊക്കെ, കാരണം ഇതിൽ ഒരുപാട് നേരം ടീച്ചേഴ്സിന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ദൂരമായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ പോവേണ്ട ഒരു കാരണമുണ്ടല്ലോ. കാരണം അവിടേക്ക് എത്തണമല്ലോ. ഒരുപാട് രാത്രി ആയി കഴിഞ്ഞാൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ ഫങ്ഷൻ അമ്മയുടെ ഇങ്ങനെ ചടങ്ങ് പ്രമാണിച്ച് പിന്നെ ശ്രീകുട്ടനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനും വന്നിട്ടുണ്ട്. ഇത് അമ്മയ്ക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് ചേച്ചി കൊടുത്തത്. പക്ഷേ നല്ല മനോഹരമായിട്ടൊരു ഫോട്ടോ ഫ്രെയിം. അമ്മയുടെ അച്ഛൻ്റെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ കൊടുത്തപ്പോൾ അത് അമ്മയെ കൊണ്ട് തന്നെ നാമി പൊട്ടിക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ അമ്മയത് പൊട്ടിച്ച് നോക്കിയതാണ്. പിന്നെ എന്നാലും നമ്മുടെ റിലേറ്റീവ്സൊക്കെ എല്ലാവരും ഒരു സമയത്തല്ലെങ്കിലും പല സമയത്തായിട്ട് വന്നു. കാരണം വർക്കിംഗ് ഡേ ആയിരുന്നാൽ എല്ലാവർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്ക് പോയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത്. എല്ലാവരും ചടങ്ങുകളെല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഇത് അമ്മയുടെ പഴയകാല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഇവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്. ഇനിയും ആ കൂട്ടായ്മ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. വളരെ എന്തായാലും ഇന്ന് ഞാനും ഒരു അധ്യാപികയായി എന്നിലെ അധ്യാപികയിലെ ഒരുപാട് ഗുണങ്ങൾ ഞാൻ കണ്ടെത്തിയത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ഏത് കാര്യവും പോസിറ്റീവായിട്ട് കാണാനാണ് അമ്മ എപ്പോഴും പറയുന്നത്. ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നല്ല സന്തോഷത്തോടെ ചെയ്യണം. ഇതാണ് അമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കാൻ. അപ്പോൾ മറ്റൊരു വീഡിയോ